നമസ്കാരം. ഇന്നലെ കേരളത്തിൽ വലിയ ചർച്ചയായ ഒരു പ്രസ്താവന നിങ്ങൾ കേട്ടായിരുന്നു. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ യുവാക്കൾ വലിയ തോതിൽ വിദേശത്തേക്ക് പോകുന്നു. കുട്ടികളെ ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായി ശിശുമരണ നിരക്ക് കുറയുന്നു. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം വന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക വിശകലനമാണോ, അല്ലെങ്കിൽ ഡേറ്റയെ മനസ്സിലാക്കാതെ ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണോ? ആദ്യം നമുക്കൊരു കാര്യം നോക്കാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്നുള്ളത്. ഒരു സംസ്ഥാനത്ത് 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിലെത്ര പേർ 1 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിക്കുന്നു എന്നതാണ് സൂചിക. അതായത് ഇത് അളക്കുന്നത് ആശുപത്രിയുടെ നിലവാരം, അമ്മമാരുടെ ആരോഗ്യപരിപാലനം, നവജാത ശിശുവിൻ്റെ ചികിത്സ, വാക്സിനേഷൻ, ന്യൂട്രീഷൻ, ഇതൊക്കെയാണ്. നമ്മുടെ ഡേറ്റ അനുസരിച്ചിട്ട് കേരളത്തിലെ മരണ റേറ്റ് 5 ആണ്. തമിഴ്നാട്ടിൽ 15, ഉത്തർപ്രദേശിൽ 37, മധ്യപ്രദേശിൽ 37. അപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തർപ്രദേശിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് യുവാക്കൾ പുറത്തേക്ക് പോകാത്തത് കൊണ്ടാണോ, അതോ അവിടുത്തെ ആരോഗ്യ സംവിധാനം ദുർബലമായതുകൊണ്ടാണോ? കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 100% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയാണ്. ശക്തമായ പ്രൈമറി ഹെൽത്ത് സിസ്റ്റം ഉണ്ട്. മികച്ച വാക്സിനേഷൻ കവറേജ് ഉണ്ട്. അമ്മമാരുടെ വിദ്യാഭ്യാസവും. ഇതൊക്കെ തന്നെയാണ് കാരണം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പബ്ലിക് ഹെൽത്ത് പഠനങ്ങൾ പോലും കേരള മോഡൽ ഉദാഹരണമായി പറയുന്നത്. അതേസമയം കേരളത്തിൽ നിന്ന് യുവാക്കൾ പുറത്തേക്ക് വന്ന വലിയ സാമൂഹിക പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത് ഇൻഫന്റ് മോർട്ടാലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വളരെ ബാലിശമായ മണ്ടത്തരമാണ്. ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യ പുരോഗതി അത് ജനങ്ങളുടെ പരിശ്രമവും ഡോക്ടർമാരുടെ സേവനവും നഴ്സുമാരുടെ പ്രവർത്തനവും പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള വിജയമാണ്. അത് രാഷ്ട്രീയ തമാശയായിട്ട് ചുരുക്കാൻ ശ്രമിക്കുന്നത് അവരെ അവഹേളിക്കുകയും ബാക്കിയുള്ളവരെ മണ്ടന്മാരാക്കുന്നതിനും തുല്യമാവും. അതിനാൽ ചോദ്യം വളരെ ലളിതമാണ്. കേരളത്തിൽ കുഞ്ഞുങ്ങൾ ജീവിച്ചു നിൽക്കുന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ വിജയമാണോ, അല്ലെങ്കിൽ മൈഗ്രേഷൻ കാരണമാണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. കമന്റ് ചെയ്യൂ. കാരണം ഇത് തന്നെയാണ് അവർ വെറുക്കുന്ന ക്വസ്റ്റ്യൻസ് ദേ ഹേറ്റ്. താങ്ക് യു.